സോളാർ കേസിൽ രാഷ്ട്രീയ കേരളം നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും 2 MLA-മാരും ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ സരിതയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നായിരുന്നു സോളാർ കമ്മീഷന് മുന്നിൽ ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയത്. ഇത് ഹാജരാക്കാനുള്ള അവസാന ദിവസം ഇന്ന് ഹാജരായ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ വ്യക്തമാക്കിയത് 10 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന സ്ഥലത്ത് തെളിവുകൾ ഉണ്ട് എന്നും അത് എടുക്കാൻ അനുവദിക്കണമെന്നും ആ യാത്ര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. 6 പേരടങ്ങിയ സംഘം മുഖ്യമന്ത്രിക്കും 2 MLA-മാർക്കെതിരെയും മന്ത്രിമാർക്കെതിരെയുമുള്ള സരിതയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവുകൾ ഹാജരാക്കാനുള്ള യാത്രയിൽ. ഫക്രുദ്ദീൻ പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ കോയമ്പത്തൂരിലേക്കാണ് യാത്ര. നാം ഇതുവരെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, സോളാർ കമ്മീഷന് മുന്നിൽ വന്നിട്ടുള്ള മൊഴികൾ, ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്, ബിജു രാധാകൃഷ്ണനെ തിരുത്തിക്കൊണ്ട് സരിത പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദ്യം ഇതാണ്: തെളിവുകളുണ്ടോ? ആ തെളിവുകൾ ഈ യാത്രയിൽ പിടിച്ചെടുക്കപ്പെടുമോ? അത് രാഷ്ട്രീയ കേരളത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളത്തിൽ നിന്നോടൊപ്പം തന്നെ കോൺഗ്രസ് UDF രാഷ്ട്രീയത്തിൽ മലക്കം മറിച്ചിലുകൾക്ക് അടിസ്ഥാനം ഉണ്ടാകുമോ? എങ്ങനെ വിലയിരുത്തും? സരിത ഇത്രമാത്രം താരമായി കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ രാഷ്ട്രീയമായ ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ ഉന്നത നേതൃത്വമായിട്ട് ബന്ധമുണ്ടെന്ന് കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത്രമാത്രം ഉന്നതരൊക്കെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ നടക്കാൻ പറ്റില്ല. തെളിവുകളും ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയും. കാരണം സരിതയുടെ തന്നെ ചില CD-കളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ യാത്ര അവസാനം എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു പഴയ മാധ്യമരംഗത്തെ ഒരു പ്രഗത്ഭൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞതാണ്. ഇതവിടെ മിക്കവാറും പോകുമ്പോൾ ബിജു രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിരിക്കുന്ന കക്ഷി 6 മാസം മുമ്പ് മരിച്ചു എന്ന് പറയും. എന്നിട്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അത് എവിടെ വെച്ചതെന്ന് അറിയില്ല. നമ്മളൊക്കെ വിഡ്ഢികളാവും. അല്ലെങ്കിൽ ഇപ്പം കുറച്ച് മുമ്പ് ഞാൻ ഇദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത പോലെ പിന്നെ എന്ത് ചെയ്യും, എന്തെങ്കിലും 4 CD എടുത്ത് കൊടുക്കും. ആ CD നോക്കുമ്പോൾ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറയും, ഞാൻ തന്നില്ലല്ലാണ്ട് നിങ്ങൾ മാറ്റിയാന്ന് പറയും. അവർ പറയും എന്ത് പറയും, ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ പറഞ്ഞതിൽ കാര്യമില്ല. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികം നമ്മളെല്ലാം വിഡ്ഢികളാവും. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. കേരളത്തിലെ നിലവിലുള്ള ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിന് അതിശക്തമായ ജനരോഷം വരിക. അതിന് ഗുണം BJP ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചെറിയൊരു പരിധിവരെ ഇടതുപക്ഷത്തിലുണ്ടോ. കേരളത്തിൽ വേറൊരു ആം ആദ്മി പാർട്ടി പോലുള്ള ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് രൂപം കൊണ്ടുവരാനുള്ള സാഹചര്യത്തിലേക്ക് ഉമ്മൻചാണ്ടി കൂടുതൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ 5% കാണുന്നത്. 95% നമ്മളൊക്കെ പ്ലിങ്കാവും. സുനിൽ, മുഖ്യമന്ത്രിയുടെ നിലപാട്, അതായത് ബിജു രാധാകൃഷ്ണന്റെ ഈ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ നിലപാട് എന്താണ്? പ്രതിഭ, മുഖ്യമന്ത്രി ഈ CD-ക്കകത്ത് തന്നെക്കുറിച്ചുള്ള മോശം പരാമർശമുണ്ട് എന്ന് നിയമസഭയിൽ പ്രതിപക്ഷം തന്നെ, പ്രത്യേകിച്ച് VS അച്യുതാനന്ദൻ തന്നെ ഇക്കാര്യം ഉന്നയിക്കുകയുണ്ടായി. അത് അപ്പോൾ ഉന്നയിച്ച് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരിക്കൽ കൂടെ അത് ആവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ദൃശ്യങ്ങൾ ഉണ്ടാകരുതേ എന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം പോലും പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് ഇത്തരം പരാമർശങ്ങൾ പലരും നടത്തും, ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ എന്നാണ്. കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉറച്ച വിശ്വാസമുണ്ടാകാം, താൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടാകാം. മറ്റൊരു ഭാഗത്ത് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം, ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഏത് രീതിയിൽ അതിനകത്ത് തന്റെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാടുകൾ നിയമസഭയെ അറിയിച്ചിരുന്നു. തീർച്ചയായും പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരാണ് പ്രതിപക്ഷത്ത് നിന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ചില രാഷ്ട്രീയ കക്ഷികൾ. പക്ഷേ അതിന് തന്നെ ഇതുവരെ അതിനകത്ത് യാതൊരു തരത്തിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സരിതയുമായിട്ടുള്ള കേസിൽ മാത്രമാണ് സരിതയെ അറിഞ്ഞുകൂടാ എന്ന് പറയുകയും പിന്നെ സരിതയുമായി പരിചയമുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് മാത്രമാണ് തനിക്കെതിരെ വന്നുള്ളത്. അത് നിരന്തരം ആളുകൾ തന്നെ കാണാൻ വരുന്നു, തൻ്റെ ഓഫീസിൽ എപ്പോഴും ആർക്കും വരാമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ പൊതുപ്രവർത്തനം കൂടുതൽ ജനകീയമാക്കാനാണ് മുഖ്യമന്ത്രി ഓരോ ആരോപണവും ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ജനത ഉറ്റുനോക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചർച്ച ചെയ്ത കാര്യം. കാരണം എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഒരു പൊന്തൂവൽ കൂടെ എന്നുള്ള രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറ്റിക്കൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയാണ് രാഷ്ട്രീയത്തിൽ ചാണക്യൻ എന്ന് കെ കരുണാകരനെ വിളിച്ചിരുന്നെങ്കിൽ കെ കരുണാകരൻ അപ്പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ദില്ലിയിലുള്ള മുഖ്യമന്ത്രിയോട് ചിലപ്പോൾ ഈ യാത്രയെക്കുറിച്ച് തന്നെ നമ്മുടെ പ്രതിനിധികൾ പ്രതികരണം ആരായാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി പറയുന്നത് കൊണ്ടുവരട്ടെ എന്നായിരിക്കും.
തെളിവ് അത് കൊണ്ടുവരാനുള്ളത് തന്നെയാണ് കൊണ്ടുവരട്ടെ എന്ന് മുഖ്യമന്ത്രി തന്നെ. അത് തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യവും പറഞ്ഞത്. ഫക്രുദ്ദീൻ, ഈ ആരോപണം സ്പെസിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് പണക്കൈമാറ്റത്തിൻ്റെതായിരുന്നു. ഇതിനപ്പുറത്തേക്കാണ് മുഖ്യമന്ത്രിയുടെ നേരെ ലൈംഗിക ആരോപണമാണ് വരുന്നത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും പേരുകൾ കേരളത്തിന് പുതിയതല്ലായിരുന്നു. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുന്നിൽ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് സരിതയുമായുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവുണ്ട്. അതാണിപ്പോൾ നാം ഏറ്റവും ക്യൂരിയോസിറ്റിയോടെ നോക്കിയിരിക്കുന്നത്. അതിന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, അങ്ങനെ ഒരു കാര്യം, ഈ ആരോപണം ഏറ്റവും ഗുരുതരമായ ആരോപണമാണ്. ഏതൊരു പൊതുപ്രവർത്തകന് നേരെയും ഉയരുന്ന ഏറ്റവും ഗുരുതരവും കാതലായിട്ടുള്ള ആരോപണം. ഇത് തെളിയിക്കപ്പെട്ടാൽ പൊതുപ്രവർത്തനം തുടരാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കും. കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ മുഖ്യമന്ത്രിക്ക് ഒരു ആർജവം കൊടുക്കുമ്പോൾ ഈ 10 മണിക്കൂർ യാത്ര നാം ഇപ്പോൾ നടത്തുകയാണ്. ആ സംഘം ഇപ്പോൾ യാത്ര തുടരുമ്പോൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും തെളിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഒരു വെല്ലുവിളിയാകുമോ ഈ യാത്ര? അല്ല, ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലും മറ്റും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏതൊരാളും പറയുന്നത് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി ഇപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി ഒന്ന് CD കിട്ടിക്കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി അവിടെ നിന്നാൽ നമ്മളവിടെ ഇരുത്തി പോപ്പിക്കുക, അതുമില്ല. ഈ ഒരു യാത്ര സത്യത്തിൽ എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ ചാണക്യൻ്റെ അച്ഛനാണ്. ഈ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഈ ഒരു പരമാവധി ഞങ്ങൾ ശ്രമിച്ചു എന്നൊരു തോന്നൽ ഭരണകൂടത്തിന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയും ഉമ്മൻചാണ്ടി എക്സോണറേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഫീനിക്സ് ബഷിയെ പോലെ ഉമ്മൻചാണ്ടി VS-നെക്കാട്ടും വലിയ, അല്ല പിണറായി വിജയനെക്കാട്ടും വലിയ ജനപിന്തുണയുള്ള ആളായി അയാൾ ഉയർന്നു വരാനുള്ള സാഹചര്യമൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഈ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ലോജിക്കലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതിരുന്നുകൂടാ. കേരളത്തിൽ VS അച്യുതാനന്ദനെ പോലെ, നായനാരെ പോലെ വളരെ ആദർശശുദ്ധിയുള്ള നേതാക്കന്മാർ ഭരിച്ചിരുന്നു. VS ഭരിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന ഓൺലൈൻ സംഭവം 24 മണിക്കൂറും ക്യാമറ പിന്നെ എന്താ മുഖ്യമന്ത്രിയുടെ റൂം CCTV സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിനുവേണ്ടി ശ്രമിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സ്ഥാപിച്ചു. ഞാനൊക്കെ വളരെ എന്താ വലതുപക്ഷക്കാരാണെങ്കിലും ഉമ്മൻചാണ്ടി ചെയ്ത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ സരിതയുടെ വിവാദം വന്ന് പരിശോധിച്ച് ഈ CD ഡീറ്റെയിൽ എവിടെ പോയി? നമ്മൾ കൈരളിയെ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് 6 മാസം ഏറ്റവും ജൂനിയർ, പിന്നെ സെലക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണം 3 വർഷമോ 4 വർഷമൊക്കെ നിങ്ങൾക്ക് ഫയൽ ചെയ്ത് വെക്കാൻ പറ്റും. എന്തുകൊണ്ട് ഈ ഇത്രയും കാശ് മുടക്കി വാങ്ങിയ നിയമസഭയിലെ ഈ ക്യാമറയിൽ മാത്രം എന്താ സേവ് ചെയ്യാൻ പറ്റാതെ പോയത്? ക്യാമറയിലെ കാര്യങ്ങൾ എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല? ഇതെല്ലാം തന്നെ സംശയത്തിൻ്റെ മുൾമുനകൾ ഉമ്മൻചാണ്ടിയുടെ നേരെ നീട്ടുന്നുണ്ട്. ഇതൊക്കെ മതി സത്യത്തിൽ ഉമ്മൻചാണ്ടി രാജിവെക്കാൻ. ഉമ്മൻചാണ്ടിയുടെ ധാർമ്മികതയും ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടാം. പക്ഷേ കേരളം കരുണാകരന്റെ കാലഘട്ടത്തിലെ, നായനാരുടെ കാലഘട്ടത്തിലെ കേരളമല്ല ഇപ്പോൾ. ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നി തുടങ്ങിയിരിക്കും മലയാളി. ഇക്കാര്യത്തിൽ ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളി അങ്ങനെ കാണേണ്ടതുണ്ടോ? കാരണം സോളാർ കമ്മീഷൻ എന്തിനാണ് രൂപീകൃതമായത് നമുക്കറിയാം. ആ കമ്മീഷന് മുന്നിൽ അതിലെ ഏറ്റവും നിർണായകമായ തെളിവുണ്ടെന്ന് പറയുക. ആ കമ്മീഷൻ മുൻകൈ എടുത്തുകൊണ്ടൊരു യാത്ര നടത്തുന്നു, തെളിവിനൊക്കെ വേണ്ടിയുള്ള ഒരു യാത്ര 10 മണിക്കൂറാണ്. ഇപ്പോൾ ഇത് അറിയാവുന്നുള്ളവർ 2 പേരാണ്. ഇതെവിടെയാണ് ഈ CD ഉള്ളത്? അതൊന്ന് സോളാർ കമ്മീഷണർക്കും അറിയാം, ബിജു രാധാകൃഷ്ണനും അറിയാം. അപ്പോഴും കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി എന്ന് വാദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പൊതുസമൂഹത്തിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തെ എത്രമാത്രം വെല്ലുവിളിക്കുന്നു ഈ ഘടകങ്ങൾ? തീർച്ചയായും ജനാധിപത്യത്തിന് നേരെ ഒരു കൊഞ്ഞനം കുത്തലാണ് ഈ മൊത്തം സോളാർ കേസ്, ഇതിനു ശേഷം വന്ന ബാക്കി കേസൊക്കെ. എന്നാൽ ഒരു സംശയമില്ല, വെല്ലുവിളിക്കുക തന്നെയാണ്. പക്ഷേ ഈ രീതിയിൽ ഞാൻ അച്യുതമേനോൻ കേരളത്തിന് ഇന്നത്തെ ആധുനിക കേരളത്തെ രൂപപ്പെടുത്തുന്ന ഫിനിഷിംഗ് ടച്ച് നൽകിയാണ് അച്യുതമേനോന്റെ ഗവൺമെന്റ്. പക്ഷേ അച്യുതമേനോന്റെ ഗവൺമെന്റിനെതിരെ ഭൂപരിഷ്കരണം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയ സമയത്ത് AKG ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് അച്യുതമേനോന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുക, അച്യുതമേനോൻ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷെ അതല്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ കാണിക്കുന്ന മൊത്തം വൃത്തികേടാണ്. പക്ഷേ ആ വൃത്തികേടുകളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ 2 പേരാണ്. ഒരു ഭാഗത്ത് സരിത, ഒരു ഭാഗത്ത് ബിജു രാധാകൃഷ്ണൻ. 2 പേരും ഒരുമിച്ച് നിന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വലിയ കൊള്ളയുടെ 2 വക്താക്കൾ, 2 പേർ ചേരിതിരിഞ്ഞിരിക്കുന്നു. തെളിവുണ്ട് എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നു, തെളിവില്ല, എനിക്ക് പിതൃതുല്യനാണ് ഉമ്മൻചാണ്ടി എന്ന് സരിത പറയുന്നു. ഈ 2 പേരുടെ ഇടയിൽ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥകൾ വിറങ്ങലിച്ച് നിൽക്കുന്നു എന്ന് ഒരു വിമർശനം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നത്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? അത്തരത്തിലുള്ള സൂചനകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, സൂചനകൾക്ക് അടിസ്ഥാനമുണ്ടല്ലോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല, ഇത്രമാത്രം ഭരണകൂടത്തിനെതിരെ ഉന്നതർക്കെതിരെ ആരോപണം സരിത എങ്ങനെ? കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സരിത അവിടെ വന്നു. ഒരു കുറ്റബോധമില്ല. സരിത നടക്കുമ്പോണ്ടല്ലോ, സിനിമാ നടി പോലെയാണ് സരിത നടക്കുന്നത്. ഒരു കുറ്റബോധം ഒന്നും സരിതയ്ക്കില്ല. എല്ലാവരും സരിതനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെ ലോകത്ത് ഇതിനു മുമ്പ് ആരെയും നടന്ന് നിങ്ങൾ മറിയം റഷീദ് നടന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രീദേവി നടന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് വെൺപാണിയുമായിട്ട് വന്നപ്പോൾ ആരെങ്കിലും നടന്നിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പം ഇതിന്റെ പിന്നാലെ ബാക്കിംഗ് ഉണ്ട്, പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ള തോന്നൽ അവിടെയുണ്ട്. പിന്നെ നീതിപീഠത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ജനങ്ങളെ മുന്നിൽ ഉമ്മൻചാണ്ടിക്ക് എക്സോണറേറ്റ് ചെയ്ത് വരാനുള്ള ഒരേ ഒരു വഴി ഈ സരിതയും മറ്റേ വിജു രാധാകൃഷ്ണനെയും മറ്റേ ഈ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കുക എന്നുള്ളതാണ്. അത് അവർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക്, പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വാദിക്കാനാണ് സാധ്യത. പക്ഷേ അത് ചെയ്യുന്നില്ല, അത് ചെയ്യില്ലല്ലോ. അപ്പോൾ ഈ സംശയത്തിന്റെ പിന്നെ കുന്തമുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഈ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയാൽ അത് കൺക്ലൂസീവ് എവിഡൻസ് അല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ഈ സോളിഡ് ആയിട്ട് എവിഡൻസ് വന്നു കഴിഞ്ഞാൽ കേസ് സുപ്രീം കോടതി വരെ പോകും. ഇന്ന് നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട്, അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ജനമനസ്സിനുള്ളിൽ ഈ സംശയങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന മറ്റു ചില വളരെ സിമ്പിളായിട്ട് വർഗീയമായ പ്രശ്നങ്ങളും മറ്റുമാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഇടത്തിലേക്ക് നമ്മുടെ ജനത മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ ഈ പ്രശ്നങ്ങളെല്ലാം കത്തി നിൽക്കുമ്പോൾ ഓരോ ഇലക്ഷൻ നടന്നപ്പോൾ ഉമ്മൻചാണ്ടി തിരിച്ചു വന്നത്. ഇതാണ് നമ്മൾ ജനാധിപത്യ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. തീർച്ചയായും വർഗീയത വലിയൊരു പ്രശ്നമാണ്. പക്ഷേ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികളെ, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണം. അത് ജനങ്ങൾ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് ജനങ്ങൾ ആത്മവഞ്ചന നടത്തുന്നത്. ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം. അത്തരം തിരിച്ചറിയൽ നടത്താതെ വരുമ്പോൾ സുനിൽ, ഈ ഘട്ടവുമായി ബന്ധപ്പെട്ട് പീപ്പിൾ ടി വിയാണ് ഏറ്റവും നിർണായകമായ ഒരുപക്ഷെ 10 മണിക്കൂർ സിനിമാറ്റിക് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ സിനിമാറ്റിക് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നിർണായകമായ അഴിമതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവ് ശേഖരിക്കൽ, അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. കാരണം ഒരു ആരോപണം ഒരാൾ ഉന്നയിക്കുക, അത് തെളിവുണ്ടെന്ന് പറയുക, ആ തെളിവുകൾ കണ്ടെത്താനുള്ള ആർജവം ഒരു കമ്മീഷൻ കാണിക്കുക, എന്ത് വില കൊടുത്തും അത് കൊണ്ടുവരും, ആ പ്രതിയെ പ്രേരിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് ഈ നാടകീയത, മാധ്യമങ്ങളുടേതായി പറയുന്ന നാടകീയതയ്ക്കപ്പുറം നിയമത്തിന്റെ അകത്തു നിന്നുകൊണ്ട് ധാർമ്മികത എന്ന് തന്നെയാണ് സോളാർ കമ്മീഷന്റെ ഈ നടപടിയെ വിലയിരുത്തേണ്ടതും. ഫക്രുദ്ദീൻ, ആ തരത്തിൽ വിലയിരുത്തുന്നതുകൊണ്ട് എന്തെങ്കിലും സുനിലേക്ക് വരാം, തെറ്റുണ്ടോ? കാര്യം 10 മണിക്കൂറുള്ള യാത്ര, അതിലെ നാടകീയ വശങ്ങൾക്കപ്പുറം മാറ്റിവെക്കാം. അല്ലെങ്കിൽ മാധ്യമങ്ങൾ എവിടെയാണെന്ന് രണ്ടുപേർക്ക് മാത്രം അറിയാം. മാധ്യമങ്ങൾ പിന്തുടരുന്ന ഈ യാത്ര, അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഫാക്സിലേക്ക് സുനിലിലേക്ക് വരുന്നതിന് മുമ്പ് നിയമത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നാം ഇത് നോക്കിയാൽ, ധർമ്മത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, കാരണം ഭരണഘടനയെ നമ്മൾ ഒരു പ്രത്യേക നെടുന്തൂൺ എന്നാണ് നാം വിശേഷിപ്പിക്കുന്നത്. ആ അവസ്ഥയിൽ പല അഴിമതികളും പല കൊള്ളരുതായ്മകളും മൂടി വയ്ക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പരാമർശിക്കേണ്ട ഏറ്റവും പ്രാധാന്യം ഇതിനുണ്ടോ? സോളാർ കമ്മീഷന്റെ ഈ ബിജു രാധാകൃഷ്ണനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു ഘടകം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു. ഇന്നിടത്തുണ്ട് എന്ന് പറയുന്നു. മാധ്യമങ്ങളെയും മുഴുവൻ പുറത്താക്കിക്കൊണ്ട് ബിജു രാധാകൃഷ്ണനുമായി ആ കമ്മീഷൻ സംസാരിക്കുന്നു, അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നു. എന്നാൽ ഇന്നെങ്കിൽ ഇന്ന് തന്നെ അത് പിടിച്ചെടുക്കണമെന്ന് പറയുന്ന ആ കമ്മീഷന്റെ ആ നിലപാടും ആ ആർജവും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നൽകുന്ന സംഭാവന എന്തായിരിക്കും? തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ട ഇന്ത്യയിലെ അഴിമതി കേസുകൾ വന്നിട്ടുണ്ടെങ്കിലും ആകപ്പാടെ ഒരു സുഗ്രാമോ ഒരു ബാലകൃഷ്ണ പിള്ളയൊക്കെയാണ് ഇവിടെ കുറ്റക്കാരാണ് എന്ന് കണ്ടിട്ട് ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ.